വലയോട് ഇത് ഇവിടുത്തെ ഗായത്രി ദേവിയുടെ താലിമലയല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഡൗട്ട് തോന്നുകയാണ് ദേവബാലയ്ക്ക്. ദേവബാല പെട്ടെന്ന് തന്നെ ബാക്കിലേക്ക് കാല് വെക്കുന്നുണ്ട്, എന്തോ പന്തികേട് മണക്കുന്നുണ്ട്. ഒപ്പം തന്നെ അവരാണെങ്കിൽ സഞ്ജയിൽ നിന്നും ക്ലോറോഫോം എടുത്ത് മണപ്പിക്കാൻ നോക്കുമ്പോൾ തന്നെ തൻ്റെ സർവ്വശക്തിയും ഉപയോഗിച്ച് അവരെ തള്ളി നീക്കി അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ നോക്കുകയാണ്. പലതവണ അച്ഛനെ ഉറക്കെ വിളിക്കുന്നൊക്കെ ഉണ്ടെങ്കിലും അച്ഛൻ അവിടെ അകത്ത് TV വെച്ചിരിക്കുന്ന ശബ്ദം കൊണ്ട് അത് കേൾക്കുന്നില്ല. അപ്പോൾ തൻ്റെ സേഫ്റ്റി നോക്കിയിട്ട് വേഗം തന്നെ അടുത്ത് കിടക്കുന്ന ഒരു തടിക്കഷ്ണം എടുത്ത് അവരെ ആഞ്ഞടിച്ച് അവിടെ നിന്ന് ഓടിക്കുകയാണ്. അങ്ങനെ അവിടെ നിന്ന് രക്ഷപ്പെട്ടിട്ട് വേഗം തന്നെ ദേവബാല അകത്ത് വരികയാണ്. അതേസമയം തന്നെ ഗായത്രി ദേവി ദേവരാജ മാഷിനോട് വന്നിട്ട് മോളെ എന്തേ മാഷെ കണ്ടില്ലല്ലോ, ഞാനിവിടെ എല്ലായിടത്തും അരിച്ചു പെറുക്കി കണ്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാനിവിടെ എന്ത് അമ്മേ ഞാനിവിടെ എത്തിയെന്ന് പറയുകയാണ്. ഞാനിവിടെ എത്ര പ്രാവശ്യം വിളിച്ചു, വെറുതെ അല്ലായി TV വെച്ചിട്ടുണ്ടിരുന്നുകൊണ്ടാണ് ഞാൻ അലറിയത് കേൾക്കാഞ്ഞെന്ന് പറഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ പറയുകയാണ്. രണ്ട് നാടോടി സ്ത്രീകൾ വന്ന് എന്നെ ഇവിടുന്ന് തട്ടിക്കൊണ്ടു പോകാൻ ശ്രമിച്ചു. ഞാൻ എൻ്റെ സർവ്വ കഴിവുകൾ ഉപയോഗിച്ചാണ് രക്ഷപ്പെട്ടത്. ക്ലോറോഫോമൊക്കെ മണപ്പിക്കാൻ നോക്കി. എനിക്ക് തോന്നുന്നത് അവർ കള്ളന്മാർ മാത്രമല്ല, ഞാനും അഭിഷേകും വിവാഹം കഴിച്ചത് ഇഷ്ടപ്പെടാത്ത ആരോമാണ്. എൻ്റെ താലിമാല നല്ലോണം ശ്രദ്ധിക്കുന്നുണ്ട്, അത് പൊട്ടിക്കാനാണ് അവർ നോക്കിയെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഗായത്രി ദേവിക്ക് എന്നത് സംശയം തോന്നുന്നുണ്ട്. താലിമാല ഇപ്പോൾ 2 തവണയായല്ലോ എന്ന് ഓർത്തിട്ട് ഇത് ആരെങ്കിലും മനഃപൂർവ്വം ചെയ്താണോ എന്ന് ദേവബാല പറയുന്നതനുസരിച്ച് ഗായത്രി ദേവിക്ക് സംശയം തോന്നുകയാണ്. എന്തായാലും ഇവിടെ CCTV ഉണ്ടല്ലോ, അഭിഷേക് വരുമ്പോൾ നമുക്ക് ചെക്ക് ചെയ്യാം ആരൊക്കെയാണ് വന്നതെന്നൊക്കെ നമുക്ക് അറിയാലോ എന്ന് പറയുകയാണ്. ദേവരാജൻ മാഷും പറയുകയാണ് അതെ അങ്ങനെ തന്നെ ചെയ്യാം, എന്തായാലും എൻ്റെ മോള് രക്ഷപ്പെട്ടല്ലോ എന്ന്. ശേഷം ഇഷയെയും അഭിഷേകിനെയുമാണ് കാണിക്കുന്നത്. അവരെവിടെയോ റെസ്റ്റോറൻറ്റിൽ ഇരിക്കുകയാണ്. ആ സമയത്ത് അഭിഷേക് ആരോടെ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെ ടെൻഷനിൽ സംസാരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് എന്താ ടെൻഷൻ ഇത്ര, എന്താ സംസാരിച്ച് ആരാ വിളിച്ചതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഒന്നും പറയേണ്ട, ഒരു കസ്റ്റമർ ആയിരുന്നു, ഒരു ബൾക്കായിട്ടുള്ള ഓർഡർ ഇതുവരെ ആർക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല, എൻ്റെ മിസ്റ്റേക്കാണ് എന്നൊക്കെ പറയുമ്പോൾ അതിനാണ് ടെൻഷൻ അടിക്കുന്നത്. ഞാൻ അച്ഛനോട് പറഞ്ഞാൽ എല്ലാം സോൾവ് ആക്കാമെന്ന് പറയുമ്പോൾ എത്ര നാളത് ഇഷയ്ക്ക് പറ്റും, എൻ്റെ മിസ്റ്റേക്കല്ല, ഞാനാണ് അത് കറക്റ്റ് ചെയ്യുന്നത്, എനിക്കിപ്പോൾ ടെൻഷനും വർക്ക് ലോഡും ഒക്കെയാണ്, ഒട്ടും ഉറങ്ങാൻ കഴിയുന്നില്ല, രാത്രി പോലും ഒരു സമാധാനമില്ല അങ്ങനെയൊക്കെ പറഞ്ഞു. ഇതെന്താ എന്നോട് പറയാതിരുന്നതെന്ന് ഇഷ ചോദിക്കുകയാണ്. എൻ്റെ അടുത്ത് പറഞ്ഞു വിട്ട് തുറന്നു പറയാൻ ഒരാളുള്ളത് എപ്പോഴും നല്ലതല്ലേ, നമുക്കൊരു റിലാക്സേഷൻ അല്ലേ അത്, അത്രയും സമാധാനം കിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ ഞാനൊരു സൈക്കോളജിസ്റ്റിനെ കണ്ടിരുന്നു, എൻ്റെ തന്നെ ഫ്രണ്ടാണ്. അപ്പോൾ അവനൊരു കാര്യം എന്നോട് സജസ്റ്റ് ചെയ്തത് ഒരു ദൂരയാത്ര ആയിരിക്കും നല്ലത്, എല്ലാ വർക്കും കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് ഒന്ന് ഫ്രീ ആകാൻ നോക്കുന്നതാണ് പറഞ്ഞത്. പക്ഷെ അവൻ പറഞ്ഞൊരു കാര്യം, കണ്ടീഷൻ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ഒരു ആളെയും കൊണ്ട് വേണം അങ്ങനെ പോകാനായിട്ട്, അപ്പം കൂടുതൽ മൈൻഡ് ഓക്കെ ആയി കിട്ടും എന്നൊക്കെയാണ് പറഞ്ഞതെന്ന് പറയുമ്പോൾ ഈഷ തന്നെ പറയുകയാണ് എന്നേക്കാളും ഇത്രയും ക്ലോസ് ആയിട്ടുള്ള വേറെ ആരാ ഉള്ളത്, അഭിഷേകം അനുവദിച്ചാൽ ഞാനും വരാമെന്ന് പറയുകയാണ്. അമ്മയും കൂട്ടി പോകാമെന്നൊക്കെ അവരിങ്ങനെ തീരുമാനിക്കുകയാണ്. ശേഷം ദേവബാലയൊക്കെയാണ് കാണിക്കുന്നത്. ഇവിടെ വന്ന കള്ളന്മാരുടെ കാര്യം ഒരു പരാതി കൊടുക്കണം, അത് അഭിഷേകം വന്നാൽ ഉടനെ തന്നെ ചെയ്യണമെന്നൊക്കെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അഭിഷേക് വരികയാണ്. അപ്പോൾ അഭിഷേകിനോട് ദേവബാല ഓടിച്ചെന്നതെല്ലാം പറയുമ്പോൾ അഭിഷേകം ഞെട്ടിപ്പോവുകയാണ്. രാജേഷ് മാഷ് പറയുകയാണ് മോനെ നമുക്കിവിടെ CCTV ഒന്ന് ചെക്ക് ചെയ്യാമെന്ന് പറയുമ്പോൾ CCTV വർക്ക് ചെയ്യുന്നില്ല എന്ന് പറയും. അതെന്താണെന്ന് ചോദിക്കുമ്പോൾ ഞാനതിൻ്റെ കണക്ഷനെല്ലാം കട്ട് ചെയ്തിരുന്നു എന്ന് പറയുകയാണ്. അപ്പോൾ എന്തായാലും ഒരു പരാതി കൊടുക്കാമെന്ന് ദേവബാല പറയുമ്പോൾ അതിനും സമ്മതിക്കാതെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഞാൻ അങ്ങനെയൊന്നും ചെയ്യാൻ പോകുന്നില്ല എന്ന് തന്നെ തീർത്ത് പറയുക. അതെന്താണെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഇതിൽ കൂടുതൽ സംസാരിക്കാനൊന്നുമില്ല എന്ന് പറഞ്ഞ് അകത്തേക്ക് കയറി പോകുന്നു. അപ്പോൾ എൻ്റെ സുരക്ഷിതത്വത്തിന് ഒരു വിലയില്ലെന്നൊക്കെ ചോദിക്കുമ്പോൾ ദേവരാജൻ മാഷ് പറയുന്നത് നിങ്ങളുടെ കല്യാണം കഴിഞ്ഞ തെളിവൊന്നുമില്ലല്ലോ, ഔദ്യോഗികമായി തെളിവില്ലാത്തതുകൊണ്ടായിരിക്കും അവൻ അങ്ങനെ പറഞ്ഞതെന്ന് ആശ്വസിപ്പിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ആ തെളിവ് എത്രയും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കണമെന്ന് പറയുകയാണ്. ശേഷം അഭിഷേകിനോട് പോയിട്ട് ചോദിക്കുകയാണ് നീയാണോ ഈ നാടോടി സ്ത്രീകൾക്ക് പിന്നിൽ, ഇവിടെ നിന്ന് അവളെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണോ, നമുക്ക് എങ്ങനെയൊക്കെ പറയാൻ തോന്നി, ഞാൻ ഒരിക്കലും അങ്ങനെയും ചെയ്യില്ലെന്ന് അറിയില്ല, അമ്മ എന്നെ എത്രയ്ക്ക് മനസ്സിലാക്കിയിട്ടുള്ളൂ, എന്തായാലും ശരി അമ്മ എത്രയും പെട്ടെന്ന് തന്നെ ഞാനും അമ്മയും കൂടി ഇവിടെ നിന്ന് മാറണം. ഈഷയൊക്കെ കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിന് മുമ്പ് ദേവരാജൻ മാഷും ദേവബാലയും അവരുടെ നാട്ടിലേക്ക് തിരിച്ചു പോയിക്കോട്ടെ എന്നൊക്കെ പറയുമ്പോൾ അതൊട്ടും സമ്മതിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ പോയി മരിക്കും, എന്നേക്കാളും വലുതാണല്ലോ അമ്മയ്ക്ക് അവൾ